കേരളത്തിൽ 4 സമുദായങ്ങളുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് അവർണർ എന്ന് പറയുന്ന കൂട്ടരാണ്. പിന്നെ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, പിന്നെ സവർണർ എന്ന് പറയുന്ന ഒരു സമുദായം കൂടിയുണ്ട്. ഈ അവർണരുടെ SSLC ബുക്കിലൊക്കെ എഴുതുന്നത് ഹിന്ദു എന്നാണ്. ഹിന്ദു എന്ന് എഴുതിയിട്ട് ഒരു കാസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു കോളത്തിൽ അത് എഴുതും. അപ്പോൾ ഈ അവർണരെല്ലാം ഹിന്ദുക്കളാണെന്ന് ആണ് പൊതുവെ വിശ്വസിക്കുന്നത്. പക്ഷേ ശ്രീനാരായണ ഗുരു പറഞ്ഞു, ഹിന്ദുമതം എന്ന ഒരു മതമില്ലല്ലോ. അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു, ഇന്ത്യയിലുണ്ടായ എല്ലാ മതങ്ങൾക്കും കൂടിയുള്ള പൊതുപ്പേരാണ് ഹിന്ദുമതം. അതാണ് ചരിത്രം. ബ്രിട്ടീഷ് ഗവൺമെൻറ് സെൻസസ് എടുത്തപ്പോൾ ഈ ഇന്ത്യയിലുണ്ടായ എല്ലാ മതക്കാരെയും ഹിന്ദുക്കൾ എന്ന് ചേർത്തു. കാരണം അന്ന് ഹിന്ദുമതം എന്ന ഒരു പേര് വന്നിട്ടില്ല. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലുണ്ടായ എല്ലാവരും, അതായത് ഈ ബ്രാഹ്മണ മതക്കാരെയും ബുദ്ധമതക്കാരെയും ജൈനമതക്കാരെയും സിഖ് മതക്കാരെയും എല്ലാവരെയും ചേർത്തിട്ട് ഹിന്ദുക്കൾ എന്ന ഒരു വിഭാഗം ഉണ്ടാക്കി. പക്ഷെ അവരൊരു കാര്യം ചെയ്തു, ഈ ഹിന്ദുക്കളെ രണ്ടായി തിരിച്ചു. കാസ്റ്റ് ഹിന്ദുക്കൾ, നോൺ കാസ്റ്റ് ഹിന്ദുക്കൾ രണ്ടായി തിരിച്ചു. ഈ കാസ്റ്റ് ഹിന്ദു എന്നുള്ളത് മലയാളത്തിലായപ്പോൾ സവർണ ഹിന്ദു എന്നായി. നോൺ കാസ്റ്റ് ഹിന്ദു എന്നുള്ളത് അവർണ ഹിന്ദു എന്നായി. പിന്നീട് അത് ചുരുങ്ങി സവർണനും അവർണനുമായി. പക്ഷേ ജനങ്ങൾക്ക് ഈ ക്ലാസിഫിക്കേഷൻ ഇപ്പോഴും ശരിക്കും അറിഞ്ഞുകൂടാ. ചിലർ പറയുന്ന അവർണൻ എന്ന് പറഞ്ഞാൽ നിറമില്ലാത്തവൻ. ഇങ്ങനെ ഒരു സന്യാസി പറഞ്ഞു അവർണൻ അറിവില്ലാത്തവനാണെന്ന്. പക്ഷേ ഈ സവർണനും അവർണനും തമ്മിൽ നിറത്തിൻ്റെയോ അറിവിൻ്റെയോ വ്യത്യാസമല്ല ഉള്ളത്. ജാതി ഉള്ളവൻ സവർണൻ, ജാതി ഇല്ലാത്തവൻ അവർണൻ. അപ്പോൾ അവർണൻ എങ്ങനെയാണ് മോശക്കാരനാവുക? അത് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരാണ് അവർണർ? അവർ ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ പെടുന്നില്ല. അവർ 4 വർണ്ണങ്ങളിലും പെടുന്നില്ല. പിന്നെ മനുഷ്യൻ്റെ ജാതികളിലും പെടുന്നില്ല. കാരണം മനുഷ്യനുണ്ടാക്കിയ ജാതികളിലും പെടുന്നില്ല. അപ്പോൾ അവരെല്ലാം സ്വയംഭൂക്കളായ ദേവന്മാരായിരിക്കുന്നതാണ് ഗുരു പറഞ്ഞത്. അവർണർ മോശക്കാരാണെന്ന് ഗുരു പറഞ്ഞിട്ടില്ല. അവർ സ്വയംഭൂക്കളായ ദേവന്മാരാണ്. അവർ ബ്രാഹ്മണരെക്കാളും ഉയർന്ന ജാതിയാണ്. അപ്പോൾ അവർണൻ ജാതിഭേദമില്ലാത്തവനാണെന്നുള്ള സത്യം പല അവർണർക്കും അറിഞ്ഞുകൂടാ. ഈ അവർണർ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ബ്രാഹ്മണ മതത്തിൽ പെടാത്തവർ, 4 വർണ്ണങ്ങളിലും പെടാത്തവർ, അത് അവർ ബുദ്ധമതക്കാരോ ജൈനമതക്കാരോ സിഖ് മതക്കാരോ ഒക്കെയാണ് ഈ അവർണർ എന്ന് വെച്ചാൽ. അപ്പോൾ അവർണർ ഒരിക്കലും സവർണരെക്കാൾ താഴെയല്ല. ഗുരു പറഞ്ഞ പോലെ അവർ ദേവന്മാരാണ്. അവർ മനുഷ്യരെക്കാൾ നിന്ന് ഉയർന്നവരാണ്. അപ്പോൾ ഈ കേരളത്തിൽ ഈ അവർണർ എങ്ങനെ താഴ്ന്നവരായി എന്നുള്ളത്, കേരളത്തിൽ അവരെ അടിമകളാക്കി വച്ചിരുന്നു. അവർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചു, പൊതുവഴിയിൽ കൂടി നടക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചു, നല്ല വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചു, അങ്ങനെ പലതും നിഷേധിച്ചു. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. വാസ്തവത്തിൽ അടിമകളാക്കപ്പെടുന്നത് യുദ്ധത്തിൽ തോക്കുന്നവരാണ്. അവരെയാണ് അടിമകളാക്കുക. ഇവരെവിടെയാണ് തോറ്റുപോയത്? അത് വാസ്തവത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുമതം ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല. അത് വടക്കേ ഇന്ത്യയിൽ ഉദിച്ച ഒരു മതമാണ്. പക്ഷേ ബുദ്ധമതം വന്നതോടുകൂടി ബ്രാഹ്മണർക്ക് അവരുടെ സ്ഥാനം പോയി. അപ്പോൾ അവർ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടത്തി. അവർ ബ്രാഹ്മണമതം പ്രചരിപ്പിക്കാനായിട്ട് ഇന്ത്യ ഒട്ടുക്ക് നടന്നു. ആ കൂട്ടത്തിൽ അവർ കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്ന് അവർ പല മാജിക്കും മന്ത്രമൊക്കെ ഉപയോഗിച്ച് അവർ ഇവിടെ ഹിന്ദുമതം സ്ഥാപിച്ചു. അവർ ആദ്യമായിട്ട് ചെയ്തത് നാടുവാഴികളെ കയ്യിലെടുത്തു. അവരൊക്കെ ക്ഷത്രിയന്മാരാണെന്ന് പറഞ്ഞു, യാഗം നടത്തി, അങ്ങനെ പലതും നടത്തിയിട്ട് അതിൻ്റെ ഒന്നും അർത്ഥം ജനങ്ങൾക്ക് മനസ്സിലായില്ല. അവിടെ ഹിന്ദുമതം
ഇവിടെ സ്ഥാപിക്കുകയാണെന്നുള്ള വാസ്തവം അവരറിഞ്ഞില്ല. അവർ ഇവരുടെ ബ്രാഹ്മണരുടെ മാജിക്കിൽ പെട്ടുപോയി. അങ്ങനെ ഈ നാടുവാഴികളാണ് നിയമങ്ങളുണ്ടാക്കിയത്. ഈ അന്നത്തെ ബുദ്ധമതക്കാർ, ജൈനമതക്കാർ പക്ഷേ ബ്രാഹ്മണ മതത്തിൽ ചേർന്നു എന്നാണ് പറയുന്നത്. ബുദ്ധമതക്കാർ ചേർന്നില്ല. അത് വീട്ടിൽ പട്ടതിരിപ്പാട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബ്രാഹ്മണർക്ക് കീഴടങ്ങാതെ ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്തവരാണ് ഈ ഗവർണർ എന്നുള്ള കാര്യം വീട്ടിൽ പട്ടതിരിപ്പാട് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഹിന്ദുമതത്തിൽ ചേരാതെ, അതായത് ബ്രാഹ്മണ മതത്തിൽ ചേരാതെ നിന്നവർ, അതിനെതിരായി യുദ്ധം ചെയ്തവർ തോറ്റപ്പോൾ അവരടിമകളായി. അവർക്ക് എല്ലാം നിഷേധിച്ചു, എല്ലാ അവകാശങ്ങളും നിഷേധിച്ചു. പക്ഷേ ഈ ഇപ്പോഴത്തെ അവർണർക്ക് അവരുടെ ചരിത്രം അറിഞ്ഞുകൂടാ. എങ്ങനെ അവർ അടിമകളായി, എന്തുകൊണ്ട് അവർ അടിമകളായി? ഇവർ പറഞ്ഞു പറ്റിയിരിക്കുന്നത് മുജ്ജന്മ പാപം കൊണ്ടാണ് ഇവരെല്ലാം എങ്ങനെ ആയതെന്നാണ്. അതെല്ലാം ബ്രാഹ്മണ മതക്കാരുടെ പ്രചരണമാണ്. അത് നമ്മുടെ ഗാന്ധി വൈക്കത്ത് വന്നപ്പോൾ ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിൽ വെച്ചൊരു യോഗം നടന്നത്. വീട്ടിലല്ല, ഗാന്ധിയെ മുറ്റത്തിൻ്റെ ഇരുത്തുകയാണ് ചെയ്തത്. ബ്രാഹ്മണൻ്റെ വീട്ടിൽ കയറാൻ സമ്മതിച്ചില്ല. ഇപ്പോഴും ബ്രാഹ്മണർ പറയും ഞങ്ങൾ ആതിഥ്യ മര്യാദയിൽ വലിയ ഉയർന്ന കൂട്ടരാണ്. പക്ഷെ വേറൊരു ക്ലാസ് കൂടി ഉണ്ട്, ബ്രാഹ്മണൻ മാത്രമാണ് അതിഥി. ഗാന്ധി വയസ്സനായതുകൊണ്ട് അതിഥിയായിട്ട് അംഗീകരിക്കില്ല. അതാണ് ഇവരിപ്പോൾ ലോകാസമസ്ത സുഖനോ ഭവന്തു എന്ന് പറയുമെങ്കിലും അതിന് ക്ലാസ്സുണ്ട്. പശുക്കളെയും ബ്രാഹ്മണരെയും രക്ഷിക്കണമെന്ന് രാജാവിനോട് പറയുകയാണ്. അത് ചെയ്താൽ മതി, എല്ലാം ശരിയായി. അപ്പോൾ രക്ഷിക്കപ്പെടേണ്ടത് ബ്രാഹ്മണനും പശുക്കളും മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് അവർക്ക് പൗരത്വം പോലുമില്ല. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ശ്രമണമതക്കാർ, പ്രത്യേകിച്ച് ബുദ്ധമതക്കാർ ബ്രാഹ്മണ മതത്തോട് എതിരിട്ട് അവർ പരാജയപ്പെട്ടപ്പോൾ അവർ അടിമകളായി. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ ചരിത്രം പോലും അറിയാൻ വയ്യാതെയായി. ഈ അവർണർ എങ്ങനെയാണ്, കേരളത്തിൽ അവർണർ എങ്ങനെയാണ് ഹിന്ദുക്കളാകുക എന്നുള്ളത് അവർ ആലോചിച്ചിട്ടില്ല. കാരണം കേരളത്തിൽ ബ്രാഹ്മണ മതത്തിൽ 4 വർണ്ണങ്ങളില്ല, ഇവിടെ 3 ഉള്ളൂ. ബ്രാഹ്മണരും ക്ഷത്രിയരും ശൂദ്രന്മാരും മാത്രമേ ഉള്ളൂ. വൈശ്യൻ എന്നുള്ളൊരു വർണ്ണം പോലുമില്ല. അപൂർണമായ ഒരു ഹിന്ദുമതമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ 5ാമതൊരു വിഭാഗം ഹിന്ദുമതത്തിലുള്ളത് ഈ 4 വർണ്ണങ്ങളും തമ്മിലുള്ള മിശ്രം കൊണ്ടുണ്ടാകുന്നതാണ്. വർണ്ണമിശ്രം കൊണ്ടുണ്ടാകുന്ന വർഗമാണ് 5ാമത്തേത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു 5ാമത്തെ വകുപ്പ് ഉണ്ടായിട്ടില്ല. കാരണം ബ്രാഹ്മണന് ശൂദ്ര സ്ത്രീയിലുണ്ടാകുന്ന കുട്ടികൾ ശൂദ്രന്മാരായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ ബ്രാഹ്മണന് ക്ഷത്രിയ സ്ത്രീയിലുണ്ടാകുന്ന കുട്ടികൾ ക്ഷത്രിയന്മാരാണ്. ഇവിടെ 5ാമത്തെ ഒരു വർഗം ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർണരൊക്കെ 6ാമത്തെ വർഗമാണ്. അങ്ങനെ ഒരു വർഗമില്ലല്ലോ. ഈ 4 വർണ്ണത്തിലും 5ാമത്തെ വർണ്ണസങ്കലനം കൊണ്ടുണ്ടായ വകുപ്പിലും പെടാത്തവരാണ് അവർണർ. അവരെ ഹിന്ദുക്കളെന്ന് പറയുന്നത് മറ്റേ സാഹിബിൻ്റെ ആ ക്ലാസിഫിക്കേഷനിലാണ്. അതായത് ഇന്ത്യയിലുണ്ടായ മതങ്ങളിൽപ്പെട്ടവർ. അത് ബുദ്ധമതവും ജൈനമതവും സിഖ് മതവും ചാർവാക മതവും ഒക്കെയാണ്. അപ്പോൾ ഹിന്ദുമതത്തിലെ നിയമം അനുസരിച്ച് തന്നെ അവർണർ ബ്രാഹ്മണ മതത്തിൽപ്പെട്ടവരല്ല. പക്ഷേ ഈ ഹിന്ദു എന്ന വാക്ക് ബ്രാഹ്മണ മതക്കാർക്കും ശ്രമണ മതക്കാർക്കും 2 കൂട്ടർക്കും കൂടി ഉപയോഗിച്ചതാണ് കുഴപ്പമായത്. അതുകൊണ്ട് നമ്മൾ ഹിന്ദു എന്ന് പറയുന്നതിന് പകരം ബ്രാഹ്മണ മതമെന്ന് പറയണം. അങ്ങനെ പിന്നെ ഞാൻ ഈ നമ്പൂതിരിയെ പറ്റി പറയും. നമ്പൂതിരി പുറത്തുനിന്ന് വന്നവരാണെന്ന് പല ചരിത്രകാരന്മാരും പറഞ്ഞു. അത് ശരിയാവില്ല. കാരണം നമ്പൂതിരി കേരളത്തിലുണ്ടായിരുന്ന ബുദ്ധമതക്കാരാണെന്നാണ് ഞാൻ പറയുക. കാരണം അവരുടെ മാതൃഭാഷ മലയാളമാണ്. കേരളത്തിൽ വന്ന തമിഴ്നാട്ടിൽ നിന്ന് വന്ന ബ്രാഹ്മണർ, തമിഴ് ബ്രാഹ്മണർ, അവർ തമിഴ് സംസാരിക്കും, വീട്ടിൽ തമിഴ് സംസാരിക്കും.
ഗുജറാത്തിൽ നിന്ന് വന്നവർ, തെലുങ്കാട്ടിൽ നിന്ന് വന്നവരെല്ലാം, പുറത്തുനിന്ന് വന്നവരെല്ലാം അവരുടെ വീട്ടിൽ അവരുടെ മാതൃഭാഷ ഉപയോഗിക്കും, നാട്ടുകാരോട് മലയാളം പറയും. പക്ഷേ നമ്പൂതിരിക്ക് മലയാളം മാത്രമേ ഉള്ളൂ. വീട്ടിൽ സംസാരിക്കാനും നാട്ടുകാരോട് സംസാരിക്കാനും മലയാളം മാത്രമേ ഉള്ളൂ. അവരുടെ മാതൃഭാഷ മലയാളമാണ്. അപ്പോൾ അവർ പുറത്തുനിന്ന് വന്നവരല്ല. അതിനൊരു തെളിവുണ്ട്. ഇവർ ബുദ്ധമതക്കാരായിരുന്നതിന് ഒരു തെളിവുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ബുദ്ധമത ഗ്രന്ഥങ്ങൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉണ്ടായിരുന്നതെല്ലാം നശിപ്പിക്കപ്പെട്ടു. അത് ആര് നശിപ്പിച്ചതായാലും, ഹിന്ദുക്കൾ നശിപ്പിച്ചതായാലും അതിന് മുമ്പുള്ളവർ നശിപ്പിച്ചതായാലും ഗ്രന്ഥങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടു. പക്ഷേ ഒരു ഗ്രന്ഥം മാത്രം നശിപ്പിക്കപ്പെടാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതാണ് മഞ്ജുശ്രീ മൂലകൽപ്പം എന്നുള്ള ഒരു കൃതി. അപ്പോൾ ഇന്ത്യയിൽ ആകെ നശിപ്പിക്കപ്പെടാതെ രക്ഷപ്പെട്ട ഒരേ ഒരു ബുദ്ധമത ഗ്രന്ഥം മഞ്ജുശ്രീ മൂലകൽപ്പം. അത് കിട്ടിയത് കേരളത്തിൽ നിന്നാണ്, തിരുവനന്തപുരത്തിനടുത്തുള്ള ഒരു നമ്പൂതിരിയുടെ വീട്ടിൽ നിന്നാണ്. അത് തന്നെ വ്യക്തമാക്കുന്നത് ഈ നമ്പൂതിരി ബുദ്ധമതക്കാരനായിരുന്നു എന്നുള്ളതാണ്. അതും നമുക്കറിയാം, കേരളവും ടിബറ്റും ആണ് വജ്രയാന ബുദ്ധമതത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. ഈ മഞ്ജുശ്രീ ഈ വജ്രയാന ബുദ്ധമതത്തിലെ ഒരു അവലോകതീശ്വരനാണ്. അപ്പോൾ അവർക്ക് ഈ നമ്പൂതിരിമാർക്ക് ഹിന്ദുമതത്തിൽ ബ്രാഹ്മണനായിട്ട് ചേരാനുള്ള അവസരം കിട്ടി. പുതിയതായിട്ടൊരു മതം വരുമ്പോൾ നാട്ടിലുള്ളവരെ ഉൾപ്പെടുത്തുക. അത് ഈ ബുദ്ധമതം ഈ നമ്പൂതിരിമാർക്ക് സംസ്കൃതവും വൈദ്യവും ജ്യോത്സ്യവും എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അത് ഉപയോഗപ്പെടുത്തി അവർ ബ്രാഹ്മണരായിട്ട് ചേർന്നു. ആദ്യമായിട്ടൊരു മതത്തിൽ ചേരുന്നവർക്ക് എപ്പോഴും നല്ല സ്ഥാനം കിട്ടും. അവർ ബ്രാഹ്മണരായി. അത് കഴിഞ്ഞിട്ട് അവർ കുറേ പേരെ ശൂദ്രന്മാരായി റിക്രൂട്ട് ചെയ്തു. പിന്നെ ആ ശൂദ്രന്മാരിൽ നിന്ന് അവർ കുറേ പേരെ ക്ഷത്രിയന്മാരായി പ്രൊമോട്ട് ചെയ്തു. അതിന് അവർ കൈക്കൂലി വാങ്ങി. അതാണ് ഈ ഹിരണ്യഗർഭം എന്ന് പറയുന്നത്. അപ്പോൾ സ്വർണം കൊണ്ട് വലിയൊരു കപ്പുണ്ടാക്കിയിട്ട് അതിൽ ഈ പഞ്ചഗവ്യം കലക്കി ഒഴിച്ചിട്ട് അതിൽ മുങ്ങി കുളിച്ചാണ് ഈ നാടുവാഴികൾ ക്ഷത്രിയന്മാരായത്. അപ്പോൾ അവിടെയും നമ്പൂതിരി പൈസ ഉണ്ടാക്കി. പിന്നെ നമ്പൂതിരിക്ക് ഊട്ടുപുരകൾ, നാടുമൻ ഊട്ടുപുരകൾ, അവർക്ക് ജോലിയും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, എല്ലാ ചാപ്പാടെല്ലാം ഫ്രീ. അതുപോലെ അവർക്ക് വിവാഹം പോലും കഴിക്കണ്ട, സംബന്ധം മതി, യാതൊരു ഉത്തരവാദിത്വമില്ല അവർക്ക്. അപ്പോൾ അങ്ങനെ ഈ നാട്ടിലെ എല്ലാവരെയും ചൂഷണം ചെയ്ത് എന്നിട്ട് അവർ പല നിയമങ്ങളും ഉണ്ടാക്കി. അതായത് സ്വത്ത് രാജാവിനും ദൈവത്തിനും നമ്പൂതിരിക്കും മാത്രമേ പാടുള്ളൂ. രാജസ്വം, ബ്രഹ്മസ്വം, ദേവസ്വം. അപ്പോൾ സാധാരണ മനുഷ്യർക്ക് ഒന്നും സ്വത്തിന് അവകാശമില്ല എന്ന് വരുത്തി. അങ്ങനെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട അടിമത്തമാണ് ഇവിടെ നടപ്പിലാക്കിയത്. ഏറ്റവും വലിയ തമാശ, ഇപ്പോൾ ഈ ഗവർണർ ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ് നടക്കുന്നു. അതാണ്. അതായത് നൂറ്റാണ്ടുകൾ, ആയിരത്താണ്ടുകൾ യുദ്ധം ചെയ്ത് തോറ്റിട്ട് അടിമത്വം അനുഭവിച്ചതിന് ശേഷം ഇപ്പോൾ ആ ബ്രാഹ്മണൻ്റെ കീഴിലേക്ക് പോകാനുള്ള ആഗ്രഹം. അതേസമയത്ത് ആദ്യമേ പോയിരുന്നെങ്കിൽ നല്ല സ്ഥാനം കിട്ടിയനെ. അത് വേണമെന്ന് വെച്ചിട്ട് സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് ആയിരത്തിലധികം കൊല്ലങ്ങൾ അടിമത്വം അനുഭവിച്ചു. എന്നിട്ട് ഇപ്പോൾ അവർ പറയാം ഞങ്ങൾ ഹിന്ദുക്കളാണ്. എന്നാലും ഹിന്ദുക്കളാണെന്ന് പറഞ്ഞാലും ശബരിമല ക്ഷേത്രത്തിൽ അവർക്ക് പൂജാരിയാകാൻ പറ്റില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പാചകക്കാരനാകാൻ പോലും പറ്റില്ല. അപ്പോൾ ഇത്തരം അനീതികളെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഈ ഗവർണർ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ ചിരി വരും. കാരണം ചരിത്രം പഠിക്കാതെയാണ് ഇവർ ഓരോന്ന്. പണ്ട് കാലത്ത് ഇവിടെ വന്ന പണ്ഡിതന്മാരുടെ മാജിക്കിലൊക്കെ പെട്ട്
അടി അടിമകളായി പോയെങ്കിലും ഇപ്പോഴെങ്കിലും ബോധമുണ്ടായി ഞങ്ങൾ ബ്രാഹ്മണൻ്റെ അടിമയല്ല എന്ന് പറയാനുള്ള ഒരു മനസ്സിൽ വന്നിട്ടില്ല. കേരളത്തിൽ പല പ്രസ്ഥാനങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് അവരൊരു സ്വതന്ത്ര സമുദായമാണെന്ന് വാദിക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. ചിലർ പറഞ്ഞു നമ്മൾ പഴയ ബുദ്ധമതത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടോ അത് മുഴുവൻ നടന്നില്ല. ഇപ്പോൾ ഒരു ഇന്ത്യയിൽ ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ട്, അതായത് പഴയ ബുദ്ധമതത്തിലേക്ക് പോവുക എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ അതിന് വേണ്ടത്ര ഒരു വേഗതയില്ല, അല്ലേ? ഇപ്പോൾ കേരളത്തിൽ തന്നെ ബുദ്ധമതക്കാരുടെ എണ്ണം വളരെ വളരെ കുറവാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചരിത്രം പഠിക്കുകയാണെങ്കിൽ അവർക്ക് ബ്രാഹ്മണൻ്റെ അടിമയായിരിക്കേണ്ട ആവശ്യമില്ല. അതൊരു ചോദ്യം ചോദിക്കും, എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരു ഈ അവരുടെ ബുദ്ധിമുട്ടിൽ ചേരുന്നതിനെ അനുഭവിച്ചില്ല എന്ന ചോദ്യം വരും. പക്ഷെ അദ്ദേഹം മതങ്ങൾക്ക് അപ്പുറത്ത് പോകാൻ ശ്രമിച്ച ആളാണ്. എല്ലാ മതങ്ങളും ഒന്നാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ദർശനം ഇതേവരെ നടപ്പിലായിട്ടില്ല. അത് നടപ്പിലാകുമ്പോൾ ഒന്ന് തന്നെ സംശയമാണ്. കാരണം മതങ്ങൾ എല്ലാം ഒന്നാണെന്നും ഒന്ന് അംഗീകരിക്കാനായിട്ട് ജനങ്ങൾ എന്ന് തയ്യാറാകുമെന്ന് അറിഞ്ഞുകൂടാ, അല്ലേ? ഇപ്പോഴും പല മതക്കാരും അവരുടെ മതം മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അല്ല, എല്ലാ മതവും ഒന്നാണെന്ന് പറയണമെങ്കിൽ മനുഷ്യന് അത്രയ്ക്ക് അറിവുണ്ടാവണം. പക്ഷേ കേരളത്തിലെ അവർണരെങ്കിലും മനസ്സിലാക്കണം, ഞങ്ങൾ പാപികളായതല്ല, ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത് പരാജയപ്പെട്ടതുകൊണ്ട് അടിമകളാക്കപ്പെട്ടവരാണ്. അത് മനസ്സിലാക്കിയാൽ അവരവരുടെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ ശ്രമിക്കും. അല്ലാതെ വീണ്ടും അടിമകളാകാനായിട്ട് ബ്രാഹ്മണൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലേണ്ട ആവശ്യമില്ല. താങ്ക് യു. ഞാനിപ്പോൾ